എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം ഏതാണ്ട് 11:59 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളിരുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ കിടന്നുറങ്ങുമ്പോൾ 1 മണിയാണ് സമയം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നും, ഇവർ എന്തായി കാണിക്കുന്നത്, ഈ ഷാജിയെ വിട്ടുപിടിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടില്ലേ, ഇവർക്കിത് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ കുറേ പേരെങ്കിലും വിചാരിക്കും. പക്ഷേ എനിക്കും ആഗ്രഹമുണ്ട് ഇവരെ വിട്ടുപിടിക്കണമെന്ന്. പക്ഷേ വീണ്ടും വീണ്ടും ഓരോന്ന് കേൾക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരെ എത്തിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ നിങ്ങളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയെങ്കിലും ചാനലിൽ പോയി നോക്കും. അങ്ങനെ പോയി ചികയേണ്ടല്ലോ, ഞാൻ തന്നെ അങ്ങ് ഇട്ട് തന്നാൽ താല്പര്യമുള്ളവർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് എന്താണ് പുതിയ സംഭവം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല കാര്യം. പുള്ളിക്കാരത്തി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്, ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ഇൻ്റർവ്യൂ ഇന്ന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് പ്ലേ ചെയ്യാം. കുട്ടിയൂടിയുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ള അല്ല, കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു. ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഡിസംബർ 1 അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ച് കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോകും അത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ തന്നെ. ഉമ്മയും മക്കളും എല്ലാവരും സപ്പോർട്ടായിരുന്നു കല്യാണം കഴിക്കുന്നത്? അവര് പറഞ്ഞ എന്റെ ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫല്ലേ. പൊതുവെ എന്റെ ലൈഫ് ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. കാരണം എന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. ഇപ്പൊ എന്റെ തീരുമാനം മറ്റുള്ളവർക്ക് പറയണമെന്ന് എനിക്കില്ല. അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. സഹോദരങ്ങൾക്കും അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല. ഞാൻ അവരുടെയൊന്നും എന്താ അല്ലേ, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ട് സത്യം പറയാമല്ലോ, ആർക്കും ഒന്നും തോന്നല്ലേ എന്നോട്. സത്യം പറഞ്ഞാലേ ഇങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ നല്ലപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഉമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ല. വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ട്, അവരും അവരുടെ കുട്ടികളും മാത്രമാണ് അവരുടെ ലൈഫിലുള്ളതെന്ന് അവർ പറയുന്നു. എന്നാലും വിവാഹത്തെക്കുറിച്ച് ഉമ്മയോട് ചോദിച്ചു, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അവതാരകൻ ചോദിക്കുന്നു, എന്താണ് സഹോദരിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഇതിലെന്താ കാര്യം? ഇവർ പറഞ്ഞതാണ്, അവർ വിവാഹം കഴിഞ്ഞ് അവർ വേറെയല്ലേ, പിന്നെ അവരുടെ കാര്യം എന്തിനാണ് തിരക്കുന്നതെന്ന്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഒരു വല്ലാത്തൊരു അടഞ്ഞ പ്രകൃതമാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോടും അധികം ഇണങ്ങാത്തൊരു പ്രകൃതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം സഹോദരങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നീട് ഞാൻ കുറച്ച് മുമ്പ് ഉമ്മയ്ക്ക് കൊടുത്തതൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഉമ്മയ്ക്ക് അനിയത്തിമാരോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കൊരു രൂപ തരില്ല, എൻ്റെ കുട്ടികൾക്ക് തരില്ല. ഞാൻ ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്താൽ പോലും അനിയത്തിമാരെയാണ് ഏത് സമയവും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതല്ലേ ഈ പെൺകുട്ടിയുടെ സ്വഭാവം. അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. സ്നേഹം എന്ന് പറയുന്ന സാധനം അത് കൊടുത്താൽ മാത്രമല്ലേ തിരികെ കിട്ടത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഉമ്മ ഇളയ പെൺകുട്ടികളുമായിട്ട് ഫോൺ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്കൊന്നും പോവണ്ട, തൊഴിലുറപ്പിന് പോവണ്ട, ഇവരുടെ 5 കുട്ടികളെ നോക്കി വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഉമ്മ പറഞ്ഞെന്നു എനിക്ക് പോയേ പറ്റൂ, കാര്യം മറ്റ് സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അവർക്ക് ഒരു 5-10 ദിവസമൊക്കെ അവർ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കണം, അതിന് പൈസ വേണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അതിലെങ്ങനെ ആ ഉമ്മയെ തെറ്റ് പറയാൻ പറ്റും? അവർക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? കാരണം നമ്മൾ കേൾക്കുന്നിടത്തോളം ഈ പെൺകുട്ടിക്ക് ഇവരുടെ സഹോദരങ്ങളോടൊന്നും ഒരു സ്നേഹമോ ഒരു പ്രതിബദ്ധതയോ ഇല്ല. അപ്പോൾ ഈ സഹോദരങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അവർക്കൂടെയുള്ള അന്നമോ അല്ലെങ്കിൽ അവരുടെ കാര്യം കൂടെ നോക്കാൻ തയ്യാറാവുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ട്, ഇവർക്ക് അങ്ങനെ സഹോദര സ്നേഹമൊന്നുമില്ല, ഉമ്മയെന്നുള്ള സ്നേഹമില്ല, ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല. അവർക്ക് അവരുടെ 5 കുട്ടികൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ ഇതിൽ കൂടുതൽ ഇവരെ പറ്റി പറയുക? ഇനിയിപ്പോൾ ഇവർ പറയുന്ന കാര്യം തന്നെ കേൾക്കാം. ഒരു കാര്യങ്ങളും അങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാറില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല, ഇത് ഞങ്ങള് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം, മക്കള് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏറ്റവും ഇളയ ആള് പോലും ഇല്ല, കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും ഷാജി മാത്രമായിട്ട് പോയി വിവാഹം കഴിഞ്ഞു തിരിച്ചു പോകും. എന്നിട്ട് ആള് ഇവിടെ അതെന്ത് കല്യാണമാണ്? 5 കുട്ടികളുണ്ട്. മൂത്ത ആളിന് 15 വയസ്സുണ്ട്, പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അതിൽ താഴ്ന്ന ആളുകളാണ്. അപ്പോൾ ആ 5 കുട്ടികളും ഉണ്ടായിരുന്നില്ല വിവാഹത്തിനെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ. കുട്ടികൾക്ക് അറിയാമായിരുന്നു അത്രേ വിവാഹമൊന്ന്. ഇതെന്തൊരു ഉമ്മയാണ്? എന്താ നാളെ ഒരു സമയം ഈ കുട്ടികൾ ഇത് അംഗീകരിക്കുമോ ഈ ഒരു ബന്ധത്തെ? അല്ലെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. മൂത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ ഉമ്മച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു എന്ന്. ആ കുട്ടികളെ എന്നിട്ട് വിവാഹത്തിന് ഒഴിവാക്കി എന്ന് വെച്ചാൽ അത് തന്നെ എന്താ അല്ലേ? ഇപ്പോ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു വന്നല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇക്കാടെ പെങ്ങളെ ഒരു ഇതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനറിയില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ അറിയണത്. എന്തോ കാരണം ഞാനൊരു 4 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, 4 മാസം എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ 4 മാസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാനസികമായിട്ട് ഒരു തകർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവരത് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് 4 മാസം ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിട്ട് അബോർഷനാക്കി എന്നെല്ലാമാണ് ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രഗ്നന്റ് ആയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല. എന്ത് സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, ഏത് ഡോക്ടറെ? അപ്പോൾ പരസ്യം ഇടയ്ക്ക് കയറി വന്നതാണ് കേട്ടോ. ഒരു നിമിഷം. എവിടെ ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണല്ലോ. അങ്ങനെ ഒരു പ്രഗ്നന്റ് ആണെങ്കിൽ ഞാനൊരു ഡോക്ടറിനെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അബോർഷനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. അതെവിടെയാണ് എന്താണെന്ന് അവർ തെളിയിച്ചു തരട്ടെ. ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാനുള്ള മാർഗങ്ങൾ അതെനിക്കറിയില്ല. 4 മാസം പ്രഗ്നന്റ് ആയ ആള് ഇങ്ങനെ ഡോക്ടറെ കാണാണ്ട് അല്ലാണ്ടൊക്കെ ചിലപ്പോ ഒരു 10 ദിവസമൊക്കെ പറ്റില്ല. കുട്ടി വളർച്ച എത്തിയ ആ ഒരു ടൈമാണ്. അതില് നമ്മൾ ഒരിക്കലും അബോർഷൻ ചെയ്ത് തരില്ല. ഇവര് പറയുന്നത് 4 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം കഴിഞ്ഞിട്ട് അബോർട്ട് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതിലെനിക്കറിയില്ല എന്താണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. അല്ല, ഇങ്ങനെ ഈ ഒരു നീചമായ രീതിയിലുള്ള ഒരു അപവാദം പറഞ്ഞ് ഉണ്ടാക്കാനായിട്ടുള്ള ദേഷ്യം എന്താണ്? അതെനിക്കറിയില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂലായാലും വേറെ കുറെ 2 ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ പറയുന്ന ഇക്കാന്റെ പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. അവിടെ ഞാൻ എന്റെ ഇക്കാന്റെ ഏട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അവരുടെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ പെങ്ങന്മാരെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അങ്ങനത്തെ ഒരു സംഭവം ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അല്ല, ഈ പെങ്ങന്മാർക്ക് ഷാജിദോട് നേരത്തെ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു
പെങ്ങന്മാര് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അവരാ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവര് പൊതുവെ ഈ രണ്ടാമത്തെ പെങ്ങള്, ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് പൊതുവെ എന്നോട് നിശ്ചയം കഴിഞ്ഞ മുതൽക്കൊരു ദേഷ്യമാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്നതിൽ, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവള് എൻഗേജ്മെന്റിനൊന്നും അവള് വന്നിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് വന്നിട്ടില്ല. കല്യാണത്തിന്റെ ടൈമിലൊക്കെ അവള് ഇവരിനായിട്ട് തെറ്റി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. അത് ആ ദേഷ്യം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഈ ടൈം വரைക്കും ഉണ്ട്, അവളുടെ മനസ്സിലുണ്ടത്. അത് അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു കാര്യം ഷാജിദ നേരത്തെ ഒരു വീഡിയോയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞില്ല, അവരെ കുറിച്ച് ഒരാളുടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ടെന്ന് തോന്നി. എനിക്കിപ്പോ അവരെ കുറിച്ച് പറഞ്ഞിട്ടിപ്പോ ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവരടുത്ത് നല്ലപോലെ നല്ലപോലെ നിന്നിട്ടുള്ളൂ. എനിക്കപ്പോ അവരടുത്ത് അങ്ങനെ പറയണമെന്ന്, അവരെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരിപ്പോ പരത്തിയ വലിയൊരു എന്താ പറയാ, മഹാമോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അവരിപ്പോ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ അത് ലീഗലി ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി. അവര് തെളിവ് സഹിതം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവര് ഇപ്പൊ ഈ പറഞ്ഞ സ്ഥിതിക്ക് അവര് തെളിവും കൊണ്ടുവരണല്ലോ. തെളിവ് അവര് കൊണ്ടുവരണല്ലോ. തെളിവ് അവര് കൊണ്ടുവരട്ടെ. തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. തെളിവ് കൊണ്ടുവരട്ടെ. ഇപ്പൊ ഞാൻ എവിടെ കാണിച്ച് എങ്ങനെയാണ്, എത്ര മാസം അബോട്ട്. ഇപ്പൊ എന്റെ വീട്ടിലും ബാക്കിയുള്ളവരത്തൊക്കെ അന്വേഷിച്ച് അറിയാലോ. ഞാൻ എന്തായാലും എന്റെ വീട്ടിലായിരുന്നല്ലോ ഈ 4 മാസം. അപ്പൊ ഈ 4 മാസം എന്തായിരുന്നു എനിക്ക് പ്രശ്നം, എങ്ങനെ ആയിരുന്നു എന്നൊക്കെ തെളിയിക്കാലോ. എനിക്കിപ്പോ എനിക്ക് ആ ടൈമില് സൈക്കോളജിസ്റ്റിനെ കാണിച്ച മരുന്നും കാര്യങ്ങളും, ഞാൻ കഴിച്ചിരുന്ന മരുന്നും എല്ലാം എൻ്റെ അടുത്തുണ്ട് തെളിവ്. ഞാൻ കഴിച്ചിരുന്ന തെളിവ് എൻ്റെ അടുത്തുണ്ട്, ഡോക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. അവര് പറഞ്ഞ അതിനുള്ള തെളിവ് അവര് കൊണ്ടുവരട്ടെ. ഇത് ഞാന് ഇക്ക മരിച്ചിട്ട് വീട്ടില് പോയതിന് ശേഷം ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ടൊന്നും കാണില്ല, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പറഞ്ഞാല് ഒരുപാട് പ്രഷർ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം കടം കാര്യങ്ങള്, ബാക്കിയുള്ളത് വീട്ടിൽ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അന്നൊന്നും യൂട്യൂബ് അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഈ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ തോന്നി. അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് എൻ്റെ കൈ. പക്ഷെ അവര് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാടെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. ഉമ്മാന്റെ കൈ ഉമ്മ എന്നെ ഡോക്ടറടുത്ത് കൊണ്ടുപോകാത്തോണ്ട് ഉമ്മാന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവരുടെ വോയിസിലൊക്കെ കേൾക്കുന്നത്. അല്ല, ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പോഴത്തേനും അത് അവര് പറഞ്ഞായിട്ട് സമയം വരില്ലേ? ഈ കൈ മുറിച്ചത് അതുകൊണ്ടല്ല. ഈ കൈ മുറിച്ചത് എനിക്ക് മാനസികമായിട്ടുള്ള പ്രഷർ. യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വർക്കിനൊക്കെ പോയ ടൈമിലൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്കില്ല, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന ആ ടൈമിൽ എനിക്ക് തോന്നിയ ആ ഒരു സംഭവമാണിത്. പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കം കൂടുമ്പോ അതിപ്പോ നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സൈക്കോളജിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് അങ്ങനെ വന്നതാണ്. അങ്ങനെ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ ചെയ്തതാണ്. അല്ലാണ്ട് പ്രഗ്നന്റ് ആയിട്ടും ഇത് മുറിച്ചതല്ല. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അബോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവര് കൊണ്ടുവരണം. ഇത് ഞാൻ മുറിച്ചിട്ട് ഏകദേശം കുറെ ആയി. ഇപ്പൊ ഞാൻ മുറിച്ചിട്ട് തന്നെ ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അടുത്തല്ല, ഒരു 6-7 മാസമൊക്കെ ഉണ്ടാവും മുറിച്ചിട്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ മുമ്പാണോ മുറിച്ചത്? ഓപ്പറേഷന് കുറെ മുന്നാണ്. ഓപ്പറേഷൻ മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 നാളായിട്ടില്ലല്ലോ? ഇല്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 മാസം 2 മാസം ആയിട്ടുള്ളൂ. റീസെന്റ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് മുറിച്ചിരിക്കുന്നത്. ഇപ്പൊ പൊതുവേ ഒരു പറച്ചിലുണ്ട്, ഷാജിദ്ക്ക് അഹങ്കാരം കൂടി. കാരണം വേറൊന്നുമല്ല, ആൾക്കാര് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷാജിദയുടെ ആദ്യമുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്, വളരെ പാവമായിട്ട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ മാറിയിട്ട് ഷാജിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായിട്ട് തെറി പറയുന്ന രീതികൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്. അല്ലല്ല, ചെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതും ഒരു തെറിയുടെ ഒരു തുടക്കമാണ്. അതിനാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. എങ്ങനെ? ഈ അവരുടെ കമന്റ്സ് ആണ് എന്നെ ഇത്രയും വയലന്റ് ആക്കിയത്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പൊ ആ
ഒരു എന്താ എൻ്റെ പൊന്നു മക്കളെ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ ഈ രീതിയിലാക്കി തീർത്തത്? അത് നിന്റെ പ്രവൃത്തി തന്നെയാണ്, അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് അല്ല. നിന്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചത് കൊണ്ടാണ് നീ മാസം ഇപ്പം നല്ലൊരു തുക കൈപ്പറ്റുന്നത്. മനസ്സിലാക്കിക്കോ. കാര്യം കണ്ടു കഴിയുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് നേരെ തുണിപൊക്കി കാണിക്കുന്ന സ്വഭാവം കാണിക്കല്ലേ. അത് വളരെ മോശമാണ് കേട്ടോ. നമ്മളെ നിലനിർത്തുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ദയവ് തന്നെയാണെന്ന് വേണമെങ്കിൽ കരുതാം. വേണമെങ്കിൽ എന്നല്ല, അവർ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും നമുക്ക് ഈ മാസം തോറും കിട്ടുന്ന ആ ഒരു പൈസ? എവിടെ നിന്ന് കിട്ടും? നമ്മുടെ യൂട്യൂബ് അങ്ങോട്ട് തുറന്നാലുണ്ടല്ലോ, നമ്മുടെ വീഡിയോകളൊന്നും ഒന്നുമല്ല. നല്ല അടിപൊളി, നല്ല ഹൈടെക് ക്ലാരിറ്റി ഉള്ള വീഡിയോകൾ കിടപ്പുണ്ട്. അതൊന്നും കാണാതെ നമ്മളെ കാണുന്നത് എന്തിനാണെന്നറിയാമോ ആളുകൾ? നമ്മളോടുള്ള ദയവ് കൊണ്ടാണ്. മനസ്സിലായില്ലേ? പാവങ്ങൾ ജീവിച്ച് പോട്ടെ എന്ന് കരുതിയിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അല്ലാതെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി വീഡിയോകളുണ്ട്. അതിൻ്റെ ഒന്നും 7 അയലത്ത് വരില്ല നമ്മുടെ ഒന്നും വീഡിയോയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീഡിയോയിൽ കുപ്പയിൽ ഇടാൻ പോലും കൊള്ളില്ല, ഓരോരുത്തരുടെയും വീഡിയോകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് കാണാതെ നമ്മുടെ വീഡിയോകൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നതേ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള ദയവ് കൊണ്ടുമാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഇതിലെ പണ്ടരണ്ട പറയുന്നത് നിനക്ക് പാലം കിടക്കോളം നാരായണ, പാലം കിടന്നപ്പോൾ കൂരായണ. അതാ ഈ പെങ്കൊച്ച് പറയുന്നത്. ബാക്കി കേൾക്കാം. എനിക്ക് സഹതാപത്തിന്റെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോ ഇവരെല്ലാവരും കമന്റ് ഇട്ടുണ്ടായിരുന്നത് ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ കടന്ന് കളിക്കുകയാണ്, ഇവളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഇവളെ സഹായിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ആ ഒരു ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സഹതാപത്തിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു, ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഒരാളാണ്. പൊതുവേ എൻ്റെ ഇക്കുള്ള ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇക്ക മരിച്ചതിന് ശേഷം ടെൻഷൻ കൂടിയിട്ടാണ് പൊതുവെ ഇങ്ങനെ ആയത്. പൊതുവെ പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, അങ്ങനെ ആയത്. അപ്പോൾ എന്താ പറയാ, ഇവരുടെ കമന്റ്സുകൾ ഇങ്ങനെ തുടരെ ഇവള് കണ്ണീരും കയ്യുമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പൈസ പണം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊന്ന് ചേഞ്ച് ആയി. അപ്പൊ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ളതും നെറ്റ് മാറ്റി, ഞാൻ ബാക്കിയുള്ള ഡ്രസ്സിങ് മാറ്റി, അങ്ങനെയൊക്കെ മാറ്റി. അപ്പൊ ഇവര് വീണ്ടും പറഞ്ഞു ഇവൾക്ക് അഹങ്കാരം കൂടി, ഇവൾക്ക് പണം വരാൻ തുടങ്ങി, ഇവൾക്ക് പൈസ വന്നപ്പോൾ ഇവളുടെ അഹങ്കാരം കൂടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് അഹങ്കാരം കാര്യങ്ങള് എനിക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ പൊതുവെ സംസാര രീതി എനിക്ക് അങ്ങനെയാണ്. ഇല്ല, സംസാര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിലും ആ ടൈമിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം. പൊതുവെ ഞാൻ ഇതാണ് ഷാജിദ പറഞ്ഞത്, ഇതാണ് റിയൽ ഷാജിദ. ആക്ടിങ് അല്ല, അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന്റെ സൈലന്റ് ആയിരുന്നു. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കൂടുതലും സൈലന്റ് മാത്രമല്ല വയലന്റും ആവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ആളുകൾക്കെല്ലാം പറയാനുള്ള ഒരു എളുപ്പ വഴിയാണ് പിന്നെ ഡിപ്രഷൻ്റെ ഒരു പേരാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടിടുന്നത്. മാനസിക പ്രശ്നം, ഡിപ്രഷൻ എന്നൊക്കെയുള്ള സംഭവമാണ് എല്ലാവരും കൊണ്ടിടുന്നത്. സത്യത്തിൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നവും വിഷമമൊക്കെ ഉണ്ടാവും. ഒരു 3-4 മാസമൊക്കെ ചിലപ്പോൾ നമുക്ക് വീട്ടിനകത്ത് നിന്ന് തന്നെ പുറത്തിറങ്ങാൻ തോന്നിയെന്ന് വരില്ല. ചിലർ 1 വർഷം കഴിഞ്ഞാലും ഇറങ്ങാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്, അതൊരു മനുഷ്യൻ്റെ ഇതാണ് എന്ന് കരുതി അതൊരു മാനസിക പ്രശ്നമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവർ മരുന്നും ഗുളിയൊക്കെ മേടിച്ച് കഴിച്ചു എന്ന് പറയുന്നു. മരുന്നും ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് നോർമൽ ഷാജിദ. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഇവർ പിന്നെ ആളുകളുടെ അടുത്ത് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വളരെ സോഫ്റ്റായിട്ട് നിന്നിട്ടുണ്ടാവുക. ഇവർ ഈ പറഞ്ഞതാണ് ഇവരുടെ റിയൽ ക്യാരക്ടറെങ്കിൽ അങ്ങനെ വേണം നമ്മൾ കരുതാനായിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സായി, അവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനമായി. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയുമായി. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് ആരോടും അങ്ങനെ പ്രത്യേക ഒരു സ്നേഹമോ ഒന്നും ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെറ്റ തള്ളയോട് പോലും അതില്ല. പെറ്റ തള്ളയ്ക്ക് കൊടുത്ത പൈസയുടെയൊക്കെ കണക്ക് അങ്ങനെയാണെങ്കിൽ പറയില്ലല്ലോ, ആരും അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവർക്ക് അത്തരത്തിലും ഇല്ല. പിന്നെ കൂടപ്പിറപ്പുകളോടൊന്നും അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്നേഹമോ മമതയോ ഒന്നുമില്ല. അത് അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ടത്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്കി കാര്യം കൂടി കേൾക്കാം. ഫുള്ള് കേൾക്കാൻ പറ്റില്ല, കാരണം ഇത് കുറച്ചുണ്ട്. 2 പാർട്ടായിട്ടേ ഇത് എനിക്കിടാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ പറഞ്ഞേക്കാം. സൈലന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ വരുന്ന ടൈമിനൊക്കെ മുന്നേ ഞാൻ മിണ്ടലില്ല. മക്കളോടടക്കം
ഉമ്മാനോട് മിണ്ടില്ല, പുറത്ത് വരില്ല, റൂമിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഫോണെ ഞാൻ യൂസ് ചെയ്യലേ ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ എനിക്ക് ഈ പാട്ട്, ഫോൺ ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു 4-5 മാസം എനിക്ക് അങ്ങനെ ആയിരുന്നു. അതെനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കക്കാരനാണ്. ടെൻഷൻ, ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. കാരണം ഇക്ക മരിച്ച ടൈമിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായില്ല. പിന്നീടാണ് ഞാനിതിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. മക്കളൊക്കെ വലുതാവുന്ന ടൈമിൽ നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ആളില്ലല്ലോ, എന്താ അവര് ചെയ്തതെന്ന് പിന്നീടാണ് എനിക്ക് അങ്ങനെ അതൊരു ഇതായി തോന്നിയത്. അപ്പൊ ആ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ സൈലന്റ് ആയി. മാനസികമായിട്ട് ഞാൻ നല്ല ഡൗൺ ആയി. ഇതൊന്നല്ല, ഞാനൊന്നും ഒരാളുടെ അടുത്ത് പ്രതികരിക്കില്ല, ഫോണെടുത്ത് സംസാരിക്കില്ല, ഫ്രണ്ട്സുകൾ വിളിച്ചാൽ മിണ്ടില്ല, വീട്ടിൽ ഉമ്മാനോട് മിണ്ടില്ല, അനിയത്തിമാരോട് മിണ്ടില്ല, മക്കളോട് മിണ്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ റിയൽ ഷാജിദ ഇതാണ്. അത് പണ്ടുള്ളവർക്ക് അറിയാം, കല്യാണം കഴിഞ്ഞപ്പോഴും അല്ലാത്തവർക്കും ഇക്കാന്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അപ്പം കൊടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ തൻ്റെ നാത്തൂനെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. താൻ എല്ലാവരുടെയും ഇത്ര ഒടക്ക് ടൈപ്പാണ് താനെന്നുള്ള കാര്യം താൻ തന്നെ സമ്മതിച്ച് തരുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ഈ സാജിദ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ നാത്തൂന് അപവാദങ്ങൾ പറഞ്ഞു, അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുമായിട്ട് നാത്തൂൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഷാജിദ. ശരിക്കും പറയുകയാണെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ താൻ തന്നെ പറയുന്നു തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തനിക്ക് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു അപവാദം തൻ്റെ നാത്തൂൻ പറഞ്ഞതാണെങ്കിൽ തെളിവിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല. കാരണം ആ തെളിവ് അവർ കാണിക്കേണ്ടത് എന്താണ്, കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ആണ് കാണിക്കേണ്ടത്, സാജിദയുടെ മുന്നിലല്ല കാണിക്കേണ്ടത്. സാജിദയ്ക്ക് നിയമപ്രകാരം മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്നെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലീഗലി പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തിന് അവിടെയാണ് ഈ തെളിവുകളുടെ പ്രസക്തി. അല്ലാതെ നാത്തും കൊണ്ടുവന്ന് തന്നെയല്ല തെളിവ് കാണിക്കേണ്ടത്. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ താൻ നിയമപ്രകാരം മുന്നോട്ട് പോകൂ. അവരുടെ ഭാഗത്തുള്ളത് അവർ തെളിയിക്കട്ടെ. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തനിക്കും തെളിയിക്കാനാവും. സോഷ്യൽ മീഡിയയിൽ വന്ന് നാറിയതല്ലേ. പക്ഷെ അവിടെ താൻ ചെയ്ത ഏറ്റവും വലിയൊരു തെണ്ടിത്തരം എന്ന് പറയുന്നത് എന്താണ്, നാത്തൂൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞ ആ അപഖ്യാതി. അത് ഒരിക്കലും ഇനി എന്ത് പറഞ്ഞാലും, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും മാപ്പർഹിക്കുന്ന തെറ്റല്ല. തൻ്റെ നാത്തൂനാണ് പറഞ്ഞതെങ്കിൽ താൻ പകരം തൻ്റെ നാത്തൂൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചും ഭർത്താവ് വിവാഹം കഴിച്ചത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാത്തൂൻ്റെ മകളെ കൂടി വലിച്ചഴിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമായിപ്പോയി. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫുള്ളൊന്നും കാണിക്കാനായിട്ട് ഇതിൽ പറ്റില്ല. കാരണം ഇത് വലിച്ചു നീട്ടി കുറേ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ബൈ.